ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ജെഇ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഒരു ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഒരു ബീറ്റയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ ഒരു ബീറ്റയുടെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് നാച്ചുറൽ നമ്പർ, അതായത് ആൽഫ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുമോ, ബീറ്റ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫയുടെ വാല്യൂ ഒന്ന് എടുത്തെഴുതാം. ആൽഫയുടെ വാല്യൂ എന്താണ്? 4 ഫാക്ടോറിയൽ ദ ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ റൈസ് ടു 3 ഫാക്ടോറിയൽ. അപ്പോൾ മോളിൽ കിടക്കുന്ന 4 ഫാക്ടോറിയലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 into 3 2 into 3 into 4 ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 4 ഫാക്ടോറിയൽ ദ ഹോൾ ഫാക്ടോറിയൽ എനിക്ക് 24 ദ ഹോൾ ഫാക്ടോറിയൽ എന്ന് വിളിച്ചുകൂടെ? ദ ഹോൾ ഡിവൈഡ് ബൈ താഴെ 4 ഫാക്ടോറിയൽ ഉണ്ട്, ദ ഹോൾ റൈസ് ടു 3 ഫാക്ടോറിയലിന്റെ വാല്യൂ നമുക്ക് 6 എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ നമ്മൾ ആൽഫയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെച്ചു. ബീറ്റയുടെ വാല്യൂ നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ ഇവിടെ ഒരു 5 ഫാക്ടോറിയൽ ഉണ്ട്. 5 ഫാക്ടോറിയൽ ദ ഹോൾ ഫാക്ടോറിയൽ ആകുമ്പോൾ 5 ഫാക്ടോറിയലിന്റെ വാല്യൂ നമുക്കറിയാം 120 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ദ ഹോൾ റൈസ് 4 ഫാക്ടോറിയലിന്റെ വാല്യൂ 24 ആണെന്ന് അറിയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണോ ബീറ്റയാണോ നാച്ചുറൽ നമ്പർ എന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പെർമ്യൂട്ടേഷന്റെ രീതിയിലും പോവാം, കോമ്പിനേഷൻ്റെ രീതിയിലും പോകാം. അപ്പം ബെറ്റർ എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് പെർമ്യൂട്ടേഷൻ ഒരു അറേഞ്ച്മെന്റ് രീതിയിലോട്ട് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റേഷൻ ഐറ്റം വരുന്ന ഒരു കേസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ പറയുക, നമുക്കിപ്പോൾ ഒരു 4 ഐറ്റം ഉണ്ട്, എ ബി ബി ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ബി ഒരു 3 ഐറ്റം ഉണ്ടല്ലെങ്കിൽ 4 ഐറ്റം തന്നെ ഇരിക്കട്ടെ. മൊത്തം ഒരു 4 ഐറ്റം ഉണ്ട്, 5 ഐറ്റത്തിലോട്ട് പോകുന്നില്ല. ഇതിന് പറ്റുന്ന നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4. ഇപ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 വെച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മൊത്തം സപ്പോസ് 24 ഐറ്റം ഉണ്ടെന്ന് വെച്ചോ, 24 ഐറ്റം ഉണ്ടെന്ന് വെച്ചോ, അതിൽ 4 വെച്ച് റിപ്പീറ്റ് ചെയ്യുക. അതായത് 4 ഒരു സെറ്റ്, 4 അടുത്ത സെറ്റ്, 4 അടുത്ത സെറ്റ്, അതായത് എ 4 ബി 4 സി 4, അങ്ങനെ നമ്മളൊരു 6 സെറ്റ് എടുത്തു. 4 അപ്പം 6 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 24 ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പെർമ്യൂട്ടേഷന് വരുന്ന കേസ് എന്താണ്? 24 ഫാക്ടോറിയൽ ടോട്ടൽ നമ്പർ 24 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഓരോന്നും 4 വെച്ച് റിപ്പീറ്റ് 4 ഐറ്റം ഉണ്ട്, ഐഡന്റിക്കൽ ആയിട്ടുള്ള 4 ഐറ്റം ഉണ്ട്. അത് എത്ര സെറ്റ് ഉണ്ട്? 6 സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതല്ലേ ആൽഫയുടെ വാല്യൂ. അപ്പോഴത്തേക്കും ഇതൊരു അറേഞ്ച്മെന്റ് ആണ്. അപ്പം നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്താണ്? എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടി ആൽഫയുടെ വാല്യൂ നാച്ചുറൽ നമ്പർ ആണെന്നുള്ള കിട്ടി. ഇനി നമുക്ക് ബീറ്റയുടെ കേസ് നോക്കുമ്പോഴത്തേക്കും മൊത്തം 120 ഐറ്റം ഉണ്ട്. ഈ 120 ഐറ്റത്തിനകത്ത് 5 ഐറ്റം ഐഡന്റിക്കൽ ആയിട്ടുള്ള 120 സെറ്റ് ഉണ്ടെങ്കിൽ, അതായത് 5 എ ഉണ്ട്, 5 ബി ഉണ്ട്, അങ്ങനെ 5 ഉള്ള ഒരു 124 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു 24 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം എണ്ണം എന്ന് വെച്ചാൽ 5 × 24 നമുക്ക് കിട്ടും. 120 ഐറ്റം ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരു കണ്ടീഷനിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്താണ്? മൊത്തം ഐറ്റം 120 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ദ ഹോൾ റൈസ് ടു 24. കാരണം 5 ഐഡന്റിക്കലായിട്ട് വരുന്ന 5 വരുന്ന സെറ്റ് എത്ര എണ്ണം ഉണ്ട്? 24 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എപ്പോഴും എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പം നമുക്ക് പറയാം ബീറ്റയും ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതായത് ഒരു എണ്ണമാണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് പറയാം ബീറ്റയും ആൽഫ എന്താണ്? എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ.